നമസ്കാരം. ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണക്കൊള്ള കേരളത്തെ പിടിച്ചുകൊലുക്കുന്ന വിവാദമായി മാറിയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സന്നിധാനത്തെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളികളും കട്ടിളയും കടത്തിയ 2 കേസുകളിൽ നിലവിൽ ഇയാൾ പ്രതിയാണ്. ഇതിനു പുറമെ സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും അറിവോടെയല്ലാതെ ഇത്രയും വലിയ ഒരു തട്ടിപ്പ് നടക്കില്ല എന്ന കാര്യം വ്യക്തമാണ്. ഇതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മറ്റൊരു ഗുരുതര ആരോപണവും കൂടി ഉയരുകയാണ്. പെരുമ്പാവൂരിലെ പ്രശസ്തമായ ഇരിങ്ങോൾക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ സ്വത്തുക്കളെ സംബന്ധിച്ചാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ക്ഷേത്രത്തിലെ 200 കിലോയിലേറെ സ്വർണം കാണാനില്ലെന്നാണ് ആരോപണം ഉയരുന്നത്. ക്ഷേത്രത്തിലെ സ്വർണം സംബന്ധിച്ച കണക്കുകൾ ലഭ്യമല്ലെന്ന് ദേവസ്വം ബോർഡ് മറുപടി നൽകിയതോടെ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. ഇക്കാര്യം മനോരമ ന്യൂസ് ചാനലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തൃക്കാരിയൂർ ഗ്രൂപ്പിന്റെ കീഴിലാണ് നിലവിൽ പെരുമ്പാവൂരിലെ ഇരിങ്ങോൾക്കാവ് ക്ഷേത്രം. കേരളത്തെ അതിപ്രശസ്തമായ നമ്പൂതിരി ഇല്ലങ്ങളിലൊന്നായ നാഗഞ്ചേരി മനയുടെ കാവ് 1944 നീലകണ്ഠൻ നമ്പൂതിരി ദേവസ്വം ബോർഡിന് കൈമാറുന്നത്. ക്ഷേത്രം ഉൾപ്പെടെ 60 ഏക്കർ വനഭൂമി, 400 ഏക്കർ നെൽപ്പാടം, സ്വർണം എന്നിവയാണ് ഉടമ്പടി പ്രകാരം കൈമാറിയത്. ക്ഷേത്രവും സമ്പത്തും സംരക്ഷിക്കപ്പെടുമെന്ന വിശ്വാസത്തിലായിരുന്നു കൈമാറ്റം. അന്ന് കൈമാറിയ സ്വത്തും സ്വർണവുമെല്ലാം ബോർഡ് നഷ്ടപ്പെടുത്തിയെന്നാണ് ആരോപണം. കോടികൾ വിലയുള്ള അപൂർവ ഇനം രത്നങ്ങൾ അടങ്ങിയ സ്വർണ്ണമടക്കം അപ്രത്യക്ഷമായി. ഇവ എവിടെ എന്ന ചോദ്യത്തിന് ദേവസ്വം ബോർഡിന് ഉത്തരവുമില്ല. 20 വർഷം മുൻപുള്ള വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം നൽകാൻ നിർവാഹമില്ലെന്നാണ് മറുപടി ലഭിച്ചത്. ഇതോടെയാണ് CBI അന്വേഷണം വേണമെന്നും നഷ്ടപ്പെട്ടവ വീണ്ടെടുക്കണമെന്നും നാഗഞ്ചേരി മനയിൽ നിന്നും ആവശ്യം ഉയർന്നിട്ടുള്ളത്. വനത്തിനുള്ളിൽ ചുറ്റപ്പെട്ട ക്ഷേത്രമാണ് ഇരിങ്ങോൾക്കാവ്. പെരുമ്പാവൂരിൽ നിന്ന് വെറും 2 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇരിങ്ങോൾക്കാവ് 50 ഏക്കർ വിസ്തൃതിയുള്ള വനപ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാഗഞ്ചേരി മനക്കാർ ദേവസ്വം ബോർഡിലേക്ക് നൽകിയതാണ് ഈ ക്ഷേത്രം. ഒരു വ്യക്തിക്ക് 15 ഏക്കറിൽ കൂടുതൽ കൈവശം വെക്കാൻ പാടില്ല എന്ന ഭൂപരിഷ്കരണ നിയമം 1963 സർക്കാർ കൊണ്ടുവന്നപ്പോൾ മനയുടെ കാരണവരായ വാസുദേവൻ നമ്പൂതിരി 1980 പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിക്ക് കൈമാറിയതാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള കാവ്. ഒപ്പം ക്ഷേത്രത്തിന്റെ കൈവശമുണ്ടായിരുന്ന 200 കിലോ സ്വർണവും ചെമ്പ് ഓട്ടുപാത്രങ്ങളും ദേവസ്വം ബോർഡിന് സൗജന്യമായി നൽകി. തിരുവിതാംകൂർ രാജാക്കന്മാർ സമ്മാനിച്ച 4000 ബ്രിട്ടീഷ് പവനും നാഗമാണിക്യം പോലെയുള്ള രത്നശേഖരവും മനയ്ക്ക് സ്വന്തമായിരുന്നു. ഇത്തരത്തിൽ പല സ്വത്തുക്കളും ക്ഷേത്രത്തിൽ നിഷ്പക്ഷമായിരുന്നു. ഇതേക്കുറിച്ചൊന്നും ഇപ്പോൾ വിവരമില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതോടെ ഒന്നിനു പുറകെ മറ്റൊന്നായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.